എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ഇൻഡോർ എന്ന മനോഹര നഗരത്തിലേക്കാണ്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും തന്നെ കാണാനായിട്ട് ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. മാൽവ പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഇൻഡോർ ശുചിത്വത്തിൻ്റെയും ചരിത്ര പൈതൃകത്തിൻ്റെയും പേരിൽ ഇന്ത്യ മുഴുവൻ പ്രശസ്തമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം കൂടിയാണ് ഇൻഡോർ. 18-ാം നൂറ്റാണ്ടിൽ മൽഹർ റാവു ഹോൾക്കർ സ്ഥാപിച്ച ഹോൾക്കർ രാജവംശത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഇൻഡോർ. പിന്നീട് അഹല്യബായ് ഹോൾക്കർ എന്ന മഹാറാണിയുടെ ഭരണകാലത്ത് നഗരം വളരെയധികം വികസിച്ചു. നീതിപൂർണമായ ഭരണവും ക്ഷേത്ര നിർമ്മാണങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കൊണ്ട് അഹല്യബായ് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നു. ആദ്യമായി ഞങ്ങൾ എത്തിയത് പ്രശസ്തമായ അന്നപൂർണ ടെമ്പിളിലേക്കാണ്. ഹിന്ദു വിശ്വാസപ്രകാരം അന്നത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് അന്നപൂർണേശ്വരി. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഭക്തർക്കിടയിൽ പ്രത്യേക സ്ഥാനമാണ് നേടിയത്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഭീമാകാരമായ പ്രവേശന കവാടമാണ്. ദക്ഷിണേന്ത്യൻ ക്ഷേത്രശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഗോപുരം ദൂരത്തു നിന്ന് തന്നെ സന്ദർശകരെ ആകർഷിക്കുന്നു. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ ശില്പങ്ങളും വിവിധ ദേവതകളുടെ പ്രതിഷ്ഠകളും കാണാം. ഇവിടെ അന്നപൂർണ ദേവിക്കൊപ്പം ശിവനും ഹനുമാനും ഉൾപ്പെടെയുള്ള ദേവതകളുടെയും സാന്നിധ്യങ്ങളുമുണ്ട്. ഇൻഡോറിലെ ആത്മീയതയും സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണ് അന്നപൂർണ ക്ഷേത്രം. അന്നപൂർണ ക്ഷേത്രത്തിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് ലാൽബാഗ് പാലസിലോട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമേ ലാൽബാഗ് പാലസിലോട്ട് നമുക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അതിൻ്റെ എൻട്രൻസ് ആണ്. ഹോൾക്കർ രാജവംശത്തിൻ്റെ ഏറ്റവും ആഡംബരപൂർണമായ കൊട്ടാരങ്ങളിലൊന്നാണിത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഹോൾക്കർ ഭരണാധികാരികൾ ഈ കൊട്ടാരം നിർമ്മിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടം ഇംഗ്ലണ്ടിലെ ബാക്കിംഗ്ഹാം പാലസിൻ്റെ കവാടങ്ങളെ ഓർമ്മിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് കടന്നാൽ മനോഹരമായ ചാണ്ടി ഡീലറുകൾ, മാർബിൾ ഫ്ലോറുകൾ, രാജകീയ വിരുന്ന് ഹാളുകൾ, പഴയ ഫർണിച്ചറുകൾ എന്നിവ കാണാം. ഒരു കാലത്ത് രാജാക്കന്മാരും വിദേശ അതിഥികളും നടന്നിരുന്ന അതേ ഹാളുകളിലൂടെയാണ് ഇന്ന് നമ്മൾ നടക്കുന്നത് എന്ന ചിന്ത തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഹോൾക്കർ രാജവംശത്തിൻ്റെ സമ്പന്നതയും കലാപാരമ്പര്യവും വിളിച്ചോതുന്ന സ്മാരകമാണ് ലാൽബാഗ് പാലസ്.
അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നത് ഗ്രൂപ്പ് ഓഫ് കൃഷ്ണഭായ് ഹോൾക്കർ സെനോട്ടാഫ്സ് എന്ന സ്ഥലത്താണ്. സെനോട്ടാഫ് എന്നത് രാജകുടുംബങ്ങളുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കുന്ന സ്മാരകമാണ്. ഹോൾക്കർ രാജവംശത്തിലെ പ്രമുഖരായ അംഗങ്ങളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകങ്ങൾ ഇൻഡോറിൻ്റെ ചരിത്രവും രാജവംശ പാരമ്പര്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടുത്തെ ശില്പകല അതിമനോഹരമാണ്. രാജസ്ഥാനി, മറാത്ത, മുഗൾ ശൈലികളുടെ മനോഹരമായ സംയോജനമാണ് നിർമ്മാണത്തിൽ കാണുന്നത്. ഓരോ തൂണിലും ഓരോ കത്തോണിയിലും ആ കാലഘട്ടത്തിലെ കലാകാരന്മാരുടെ കഴിവ് വ്യക്തമായി കാണാൻ സാധിക്കും. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ആകർഷമായ സ്ഥലം കൂടിയാണ് ഇത്. അവസാനമായി ഞങ്ങൾ എത്തിച്ചേർന്നത് രാജ്വാഡ പാലസിലാണ്. അതായത് ഇന്നത്തെ യാത്രയുടെ അവസാന ലക്ഷ്യസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡോറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ 7 നില കൊട്ടാരം ഹോൾക്കർ രാജവംശത്തിൻ്റെ പ്രധാന രാജകീയ ആസ്ഥാനമായിരുന്നു. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ള ഈ കൊട്ടാരം മൽഹർ റാവു ഹോൾക്കർ സ്ഥാപിച്ച ഹോൾക്കർ സാമ്രാജ്യത്തിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും പ്രതീകമാണ്. മറാത്ത, മുഗൾ, ഫ്രഞ്ച് ശൈലികളുടെ സമന്വയമാണ് രാജ്വാഡയുടെ നിർമ്മാണത്തിൽ കാണുന്നത്. നിരവധി ആക്രമണങ്ങളും തീപിടുത്തങ്ങളും അതിജീവിച്ച ശേഷവും ഇന്നും ചരിത്രത്തിൻ്റെ സാക്ഷിയായി ഇത് നിലകൊള്ളുന്നു. കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെ നടന്ന രാജകീയ ചടങ്ങുകളും സൈനിക പരേഡുകളും ജനദർബാറുകളും മനസ്സിൽ നമുക്ക് തെളിയും. അങ്ങനെ ഇന്ന് നമ്മൾ ഇൻഡോറിൻ്റെ ചരിത്രവും ആത്മീയതയും രാജകീയ പാരമ്പര്യവും ഓരോ ദിവസവും അനുഭവിച്ചു. അന്നപൂർണ ക്ഷേത്രം ആത്മീയതയുടെ പ്രതീകമായിരുന്നെങ്കിൽ ലാൽബാഗ് പാലസും രാജ്വാഡയും ഹോൾക്കർ രാജവംശത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്നു. കൃഷ്ണഭായ് ഹോൾക്കർ സെനോട്ടോഫുകൾ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ സംരക്ഷിച്ചു നിൽക്കുന്നു. മഹാറാണി അഹല്യാബായ് ഹോൾക്കറുടെയും ഹോൾക്കർ രാജവംശത്തിൻ്റെയും പൈതൃകം ഇന്നും ഇൻഡോറിൻ്റെ ഓരോ തെരുവിലും ഓരോ സ്മാരകത്തിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇൻഡോർ ശുചിത്വത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും രാജകീയ പൈതൃകത്തിൻ്റെയും നഗരം കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം.